ചെയ്യേണ്ടത്, അല്ലാതെ സൊല്യൂഷൻ ഇല്ലല്ലോ. എക്സ്റേ ഫിലിം നമ്മൾ എടുത്തു കഴിഞ്ഞാലേ ആ എക്സ്റേ നമുക്ക് അപ്പൊ തന്നെ കാണില്ല. അത് ഓരോ സൊല്യൂഷനിൽ കൊണ്ടുപോയി മുക്കിയിട്ട് വേണം കാണാൻ. എക്സ്റേ പഠിച്ചിട്ടുണ്ട്, അത് കാരണം പറഞ്ഞത്. അപ്പൊ ആ വാഷ് ചെയ്യുന്ന ലിക്വിഡോൾ ഉണ്ട്, ആ ലിക്വിഡോൾ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ എടാ അത് പണ്ടല്ലായിരുന്ന ഈ ലിക്വിഡിലൊക്കെ ഇട്ടിട്ട് എക്സ്റേ എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ കാസറ്റ് അല്ലേ എടുക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ കമ്പ്യൂട്ടറിലിട്ട് റീഡ് ചെയ്തിട്ടല്ലേ എടുക്കുന്നേ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതില് പറയണത് നമ്മുടെ ചാപ്റ്റർ 18 എന്ന് പറയുന്ന ലബോറട്ടറി സർവീസ് ആണ് എന്റെ ബുക്കിലുള്ളത്. പക്ഷെ ഇതില് ബ്ലഡ് ബാങ്ക് PDF-ല് ചാപ്റ്റർ 20 അതെന്ത് സംഭവം? മിസ് വരുമ്പോ ചോദിക്കാം എന്തായാലും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, നമ്മളെന്നാ നിന്റെ മാഡം ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചാപ്റ്റർ 20 ആണ് ബ്ലഡ് ബാങ്ക്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ്. നമ്മുടെ 2 ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞല്ലേ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് വൺ ഏതായിരുന്നു? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. 2 ചാപ്റ്റർ കഴിഞ്ഞു, അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ചാപ്റ്റർ 18 ബ്ലഡ് ബാങ്ക്. നിങ്ങളുടെ ആ പ്രിന്റഡ് നോട്ട് ചാപ്റ്റർ 20 ആണ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ നോട്ടില് എത്രയൊക്കെ എടുക്കുന്നതെന്ന് നോക്കൂ കേട്ടോ. ചാപ്റ്റർ 20 ആണോ എന്ന് നോക്കിയാലേ. 18 ആണ് ഇവിടെ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ് നോക്കുക. ചാപ്റ്റർ 20 ബ്ലഡ് ബാങ്ക്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒന്ന് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് എന്താണൊക്കെയാണ് നമ്മൾ അത് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റല് ഫസ്റ്റ് ടീച്ചറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഡിപ്പാർട്ട്മെന്റ്സ് അതിനകത്ത് വരുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ പറയാ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്ക് വെരി ഗുഡ്. ബ്ലഡ് സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഡൊണേറ്റ്. രേഷ്മയാണോ സുനിതയാണോ? സുനിത. സുനിത ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്? ഒറ്റ തവണ കൊടുത്തിട്ടുള്ളൂ. എത്ര? ഒറ്റ തവണ കൊടുത്തിട്ടുള്ളൂ. ഒരു തവണ. ഒറ്റ തവണ. ഓക്കെ, ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താ പറയണേ, നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ എമർജൻസി ആയിട്ട് അനീമിക് ആകുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയി കഴിയുമ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. നമ്മുടെ ബോഡിയിൽ എത്രയാ ബ്ലഡിന്റെ അളവ് എത്രയാ? എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ട് ആവറേജ് പേഴ്സൺ? 5 കേട്ടോ. 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡൻസ് പറ്റുമ്പോഴോ സർജറി ചെയ്യുമ്പോഴോ അനീമിക് ആകുമ്പോഴോ ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറെ ബ്ലഡ് നഷ്ടപ്പെടും. അവിടെ നമുക്ക് അത് ആ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ആവശ്യം വരുമ്പോൾ നമുക്ക് ബ്ലഡ് ലഭ്യമാകുന്ന ഒരു പ്ലേസ് തന്നെയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആളുകളെ അന്വേഷിച്ച് നടക്കോ ഇതൊന്നും വേണ്ട. ജസ്റ്റ് ബ്ലഡ് ബാങ്കിൽ ചെല്ലുക, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള അത്രയും ഫെസിലിറ്റീസ്
ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ട്, എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പൊ ഇങ്ങനെ ഈ ബ്ലഡ് എടുക്കുന്ന അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നത്, അങ്ങനെ പറയാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ എന്ന് പറയുന്നത്. കേൾക്കുന്നില്ല ക്ലിയർ ആയിട്ട്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ, നമുക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മ്യൂട്ട് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ക്ലാസ് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ പറഞ്ഞ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് ബാങ്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ആളെയാണ് ഡോണർ എന്ന് പറയുന്നത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കൊടുക്കുന്ന ആളെയാണ് അവിടെ ഡോണർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഡോണർ ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ ഞാൻ ചെന്നിട്ട് അപ്പൊ ഞാൻ ഡോണറാണ് അല്ലെ. സൗണ്ട് കുറവാണോ? ക്ലിയർ ആവുന്നില്ലേ നിങ്ങക്ക്? ക്ലിയർ ആണ്. ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള് അപ്പൊ ഡോണറിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യും, ബ്ലഡ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്യുന്ന ബ്ലഡ് ഈ ബ്ലഡ് ബാങ്കില് അവരവിടെ ഒരു ബാഗിലേക്ക് മാറ്റും. ബ്ലഡ് ബാഗ് ഉണ്ട്, BH ബാഗ്. ബ്ലഡ് ബാഗിലേക്ക് അവർ ആ ബ്ലഡ് മാറ്റിയിട്ട് അവിടെ ആന്റികൊയാഗുലന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ട്, ആന്റികൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബ്ലഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലോട്ട് ആയി പോകും, കട്ടയായി പോകും. അപ്പൊ അങ്ങനെ ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആന്റികൊയാഗുലന്റ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെപ്പാരിൻ ഒരു ആന്റികൊയാഗുലന്റ് ആണ്. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് ബ്ലഡ് ബാഗിൽ ആ ബ്ലഡ് അവർ കളക്ട് ചെയ്യുന്നത്. ഇനി നമ്മളെ ബ്ലഡ് കളക്ട് ചെയ്ത് വെക്കുന്ന പറയുമ്പോൾ ഫുള്ള് ബ്ലഡ് അല്ല ഒരുമിച്ച് ഒറ്റ ബാഗിൽ അങ്ങനെയല്ല കളക്ട് ചെയ്യുന്നത്. ബ്ലഡിന് പല കമ്പോണൻസ് ഉണ്ട്, അത് ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബ്ലഡിലെ കമ്പോണൻസ് RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ. അങ്ങനെ 4 കമ്പോണൻസ് ആണ്. ഇത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം കേട്ടോ. അതേക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് 4 കമ്പോണൻസ്. അപ്പൊ ബ്ലഡിൽ 4 കമ്പോണൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. RBC, WBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, അങ്ങനെ കമ്പോണൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു അറിയോ, ഈ 4 കമ്പോണൻസും അവിടെ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട്. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാട്ടോ, ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അപ്പൊ ഈ ബ്ലഡ് ഡോണറിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഒരു മെഷീനിൽ ഇട്ടിട്ട് ഈ ബ്ലഡിലെ 4 കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അപ്പോ ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് അവിടെ ആന്റികൊയാഗുലന്റ്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവര് ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത്, ഇപ്പൊ എനിക്ക് എന്റെ ബ്ലഡിൽ RBCയുടെ കൗണ്ട് ആയിരിക്കും ചിലപ്പോ കുറവ്. അപ്പൊ എനിക്ക് ഫുള്ള് ബ്ലഡ് വേണ്ടല്ലോ, ആ ബ്ലഡിൽ RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ചിലർക്ക് WBCയുടെ ആയിരിക്കും കുറവ് വരുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും കുറവുള്ളത് ബ്ലഡിലെ. അപ്പൊ ഏത് കമ്പോണന്റ് ആണ് കുറവ് വരുന്നത് ആ കമ്പോണൻസ് മാത്രം നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. എന്തോ പറഞ്ഞോ? വൈറ്റ് ബ്ലഡ് സെൽസ്. അതിപ്പോ നിങ്ങൾ നോക്കട്ടെ, 4 കമ്പോണൻസ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അത് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ, അതിന്റെ സയന്റിഫിക് നെയിം, അതിന്റെ ഫങ്ഷൻസ് എല്ലാം ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു പോകട്ടെ. ഇത് ജനറൽ ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ 4 കമ്പോണൻസും എന്ത് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആന്റികൊയാഗുലന്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് 4 കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് ഒരു ഹെപ്പാരിൻ എക്സാമ്പിൾ ആണ്, ആന്റികൊയാഗുലന്റും ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഇനിയിപ്പോ എനിക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ ചുമ്മാ പോയി എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റൂല. അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രീ ഡൊണേഷൻ ചെക്കപ്പ്, ബ്ലഡ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ബ്ലഡ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്, ആരെങ്കിലും ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് 80 to 65, 18നും 65നും ഇടയിലായിരിക്കണം.
ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കും 65 വയസ്സ് വരെയുള്ളവർക്കുമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, 18 മുതൽ 65 വയസ്സിനിടയിൽ ആയിരിക്കണം അവർക്കുടെ ഏജ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വെയിറ്റ് കുറഞ്ഞവർക്ക് കൊടുക്കാമല്ല, വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. 45 കിലോയ്ക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവര് എങ്ങനെയായിരിക്കണം? ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. ഒരു നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഇല്ല, ഒരു ആരോഗ്യമില്ല ഒരാൾക്ക്, ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, അവരെടുക്കൂല നമ്മുടെ ബ്ലഡ്. നമുക്ക് എന്താ പറയാ, അതിന് ബ്ലഡ് ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ ബോഡി ഹെൽത്തിയും അതുപോലെ തന്നെ ഫിസിക്കലി മെന്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വേറെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവാൻ പാടില്ല. എയ്ഡ്സ് പോലുള്ള കമ്മ്യൂണിക്കബിൾ സ്പ്രെഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻസ് നോക്കി നമ്മൾ അത് പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇത് ഒരു നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റുകളാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. നെക്സ്റ്റ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ കണ്ടീഷൻസ് എന്താ പറഞ്ഞത്? ഏജ് 18 മുതൽ 65 വയസ്സിന് അടുത്തായിരിക്കണം. അല്ലെങ്കിൽ 65 വയസ്സ് വരെയുള്ളവർക്ക്, അതിൽ കൂടുതൽ കഴിഞ്ഞ് 66 വയസ്സ് തൊട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ 18 to 65 ഇടയിലായിരിക്കണം. വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. അയാള് ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. ഫിസിക്കലി മെന്റലി അവർ സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അടുത്ത നെക്സ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻസ്. ടൈം ഡ്യൂറേഷൻ ഇല്ലേ മാം? ഇത്ര നാളിനുള്ളിൽ കൊടുത്തത് അങ്ങനെ എന്തോ ഇല്ലേ? ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരാളിൽ നിന്ന് 300 ml ബ്ലഡ് ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് 300 ml ബ്ലഡ് ആണ് എടുക്കുള്ളൂ. അത് ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൽസിലാണെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇന്ന് കൊടുത്തു, ഇന്ന് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ വരുമ്പോ വ്യത്യാസം വരും. മെയിൽസിന്റെ കേസിൽ അവർക്ക് 90 ദിവസം കഴിയുമ്പോൾ, അപ്പൊ 3 മാസം അല്ലെ, 90 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മാസമായില്ലേ. 3 മാസം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡൊണേഷൻ പറ്റത്തുള്ളൂ. എന്നാൽ ഫീമെയിൽസിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഫീമെയിൽസിനാണെങ്കിൽ 120 ഡേയ്സ് 120 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലഡ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞോ. അതെ, ഞാൻ ബ്ലഡ് കൊടുത്തതിനൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആരാ പറഞ്ഞേ? എന്താണ് ശ്രീലക്ഷ്മിയാണോ പറയുന്നേ? എന്താ പറഞ്ഞേ? പറഞ്ഞ ശ്രീ. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പോ ഞാൻ കഴിഞ്ഞ മാസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്. അപ്പൊ അവര് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് ഇനി 3 മാസം കഴിഞ്ഞിട്ടാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3 മാസം കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൽ ആ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ശരിക്കും. അതിപ്പോ ഇയാൾക്ക് കുഴപ്പമുണ്ടാവില്ല. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ബ്ലഡ് അത്രയും ആർക്കും കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ മെയിൽസിനും ഫീമെയിൽസിനും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ശരിക്കും കേട്ടോ. മെയിൽസിലാണെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ഫീമെയിൽസിന്റെ കാര്യത്തില് മെയിൽസിന്റെ അത്രയും നമ്മൾ ആ ഒരു കുറച്ചും കൂടി ഇത് എന്താ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഫീമെയിൽസിന്റെ അത് ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ വെച്ചിട്ടാണ് പറഞ്ഞത് 120 അത് ശരിക്കും കറക്റ്റ് ആയിട്ട്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അപ്പൊ 90 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ബ്ലഡ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. ആ ഒരു ഏജ്, അതിന്റെ ഡ്യൂറേഷൻ ഫീമെയിൽസിന്റെ കേസിൽ ശരിക്കും പറയുന്നത് 120 ദിവസം കഴിഞ്ഞിട്ട് ഡൊണേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓക്കെയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു 90 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ആയി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം, ഡൊണേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, ഇനി നെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ബാങ്ക് എന്താന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ നോക്കിയേ, എന്താണ് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ അതുകൂടാതെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലാബോറട്ടറി വെയർ വി സ്റ്റോർ ദ ബ്ലഡ് ആൻഡ് ഡു പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ് ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലം. ഇപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? വി സ്റ്റോർ ദ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിന് മുന്നേ എന്താ ചെയ്യുന്നത്? അവര് പ്രോപ്പർ ടെസ്റ്റിംഗ്
പ്രോപ്പർ ടെസ്റ്റിംഗ് നടത്തി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇത് എന്തിനു വേണ്ടി നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്. നമുക്ക് മിസ്മാച്ച് ആണെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കറക്റ്റ് ഗ്രൂപ്പുമായിട്ട് ആ സെയിം മാച്ച് ഉള്ള ഗ്രൂപ്പിന് മാത്രമേ, അതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ ഗ്രൂപ്പുകളും അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇത്രയും മനസ്സിലാക്കാം. ഈ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്, ഈ ബ്ലഡ് നമുക്ക് മാച്ച് ചെയ്യാത്തതൊക്കെ കൊടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആള് ഡെത്ത് ആവാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എന്താണ് ടെസ്റ്റിംഗ് നടത്തി സ്റ്റോർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടേം ബ്ലഡ് ബാങ്ക് ജനറലി റെഫേഴ്സ് ടു എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ, യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പത്തോളജി. വാട്ട് യു മീൻ ബൈ പത്തോളജി? പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം, പത്തോളജി. അപ്പൊ ക്ലിനിക്കൽ പതോളജി ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. where the store of blood products take place and where pre-transfusion and blood compatibility testing is executed. അനുയോജ്യമായിട്ടുള്ള compatibility എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തും. എപ്പോഴാ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുന്നേ പ്രോപ്പർ ആയിട്ട് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പതോളജി ലബോറട്ടറി, ക്ലിനിക്കൽ പതോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നോക്കി, ഇനി ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ടാസ്ക് റിലേറ്റഡ് ടു, ഇനി ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടാസ്കുകളാണ് അവർ നടക്കുന്നത്? റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, പ്രോസസ്സിംഗ്, പല പ്രോസസ്സുകൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, അതൊരു പ്രോസസ് അല്ലേ. അപ്പൊ അങ്ങനെ പല പ്രോസസ്സിംഗ് നടത്തുന്നു. ടെസ്റ്റിംഗ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. സെപ്പറേഷൻ, കണ്ടോ, സെപ്പറേറ്റ് ചെയ്യുന്നു. പല ഓരോ ബ്ലഡിലെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു. 4 കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേഷൻ നടത്തുന്നു. സ്റ്റോറേജ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത്രയും ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്. ഏതൊക്കെ ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്? ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു, ഏതുമായിട്ട് ബന്ധപ്പെട്ട ടാസ്കുകളാണ് നടക്കുന്നത്? blood collection, processing, separation and storage. അത്രയും കാര്യങ്ങളാണ് അവിടെ ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്. ഇൻവോൾവ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. നോക്കിയ WHO എക്സ്പാൻഡഡ് ഫോം. പ്രിയ, what is the expanded form WHO? World Health Organization. വേറെ ആരോ പറഞ്ഞത്? ആരോ പറഞ്ഞേ? ഓക്കെ, എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതല്ലേ. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് ബ്ലഡ് സേഫ്റ്റി ടു കർട്ടെയിൽ. കർട്ടെയിൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നുള്ള മീനിങ്, കുറയ്ക്കുക. എന്താ മാം? കർട്ടെയിൽ എന്ന് വെച്ചാ റെഡ്യൂസ്, കുറയ്ക്കുക. റെഡ്യൂസ്, റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ദ ബർഡൻ ഓഫ് ഡിസീസ് ഡ്യൂ ടു അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് സേഫ് അല്ലാത്ത അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ WHO ഒരു ഗ്ലോബൽ അപ്രോച്ച്, ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 5 liters ഓഫ് ബ്ലഡ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ആവറേജ് പേഴ്സണിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉള്ളത് ഒരാളുടെ ബോഡിയിൽ? 5 liters. 5 liters ഓഫ് ബ്ലഡ് ആണ്, 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരു ആവറേജ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളിന്റെ ശരീരത്തിലുള്ളത്. ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ് ആൻഡ് ഈസ് പംപ്ഡ് ത്രൂ ദ ഹാർട്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ പമ്പിങ് ഓർഗൻ ഏതാ? ഹാർട്ട് അല്ലെ? പമ്പിങ് ഓർഗൻ ഏതാ? പമ്പ് ചെയ്യുന്ന ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആരാ?
ഹാർട്ടിൽ നിന്ന് പല ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് എക്സ്ക്യൂസ് മീ മാം, പറഞ്ഞോ. സൗണ്ട് കുറവാണ് മാം. ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവണല്ലോ. ഒന്നാമത് മഴയുടെ പ്രശ്നമുണ്ട്. ഞാൻ മാക്സിമം Sound പറയുന്നുണ്ട്. പറ്റുന്നുണ്ടോ പ്രിയ? കുറവാ. എല്ലാവരുടെയും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. Okay, ഞാൻ എന്റെ മാക്സിമം പറയുന്നുണ്ട്. ക്ലിയർ ആണ് മാം, സൗണ്ട് കുറവാന്നാ പറഞ്ഞേ. ക്ലിയർ ആണ്, പറയുന്നത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് വരും. അതിലിപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ, മഴയും റേഞ്ച് കുറവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ആവറേജ് പേഴ്സൺ ക്യാരീസ് 5 liters ഓഫ് ബ്ലഡ്. ഒരു ആളുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ആവറേജ് നമ്മൾ പറയുകയാണെങ്കിൽ 5 liter ബ്ലഡ് ആ ഉള്ളത്. അത് എന്ത് ചെയ്യുന്നു? ഇറ്റ് സർക്കുലേറ്റ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ് ആൻഡ് ഈസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. ബ്ലഡ് സർക്കുലേഷൻ അറിയാലോ നിങ്ങൾക്ക്. ബ്ലഡ് സർക്കുലേഷൻ എന്താണ്? ആ ഹൃദയത്തിൽ നിന്ന് ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെ, പ്യുവർ ബ്ലഡ് ആർട്ടറി ധമനികളിൽ കൂടി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. തിരിച്ച പല ഭാഗങ്ങളിലുള്ള ഡിഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് വന്നു. പിന്നെ ഹൃദയത്തിൽ അവിടെ എന്താണ് ഓക്സിജനേറ്റഡ് ആക്കി. അങ്ങനെ ആ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൃദയത്തിന് 4 അറകള് അല്ലെ, 4 അറകളുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ഇവിടെ പഠിക്കാനില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കുലർ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കുലർ. 4 അറകളാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, നമ്മുടെ മനുഷ്യ ഹൃദയത്തിലുള്ളത്. ഓക്കെ, നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ 4 അറകള്. അതില് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ വന്ന് അവിടെ നിന്ന് നേരെ റൈറ്റ് വെൻട്രിക്കിലേക്ക് വന്നിട്ട് അതപ്പോ ഏതാ ഡീഓക്സിജനേറ്റഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആണ്, ഇംപ്യൂർ ബ്ലഡ് ആണ് വരുന്നത്. അത് നേരെ വന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ വന്നിട്ട് അവിടെ നിന്ന് ലങ്സിലേക്ക് എത്തും. അപ്പൊ ലങ്സ് എന്ത് ചെയ്യും? ലങ്സ് അവിടെ ഒരു എക്സ്ചേഞ്ച് നടത്തും. അതായത് ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലങ്സ് എടുത്തിട്ട് ഓക്സിജനെ തിരിച്ചു തരും. അപ്പൊ ബ്ലഡ് എന്തായി? പ്യുവർ ബ്ലഡ് ആയി, അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി. അത് നേരെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് ലെഫ്റ്റ് വെൻട്രിയത്തിൽ വന്നിട്ടാണ് നമ്മുടെ മഹാധമനി വഴി, അയോർട്ട് വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അതാണ് ആ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ 5 liters ഓഫ് ബ്ലഡ് ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നു, ഡിഫറെന്റ് പാർട്ട് ബോഡിയുടെ പല ഭാഗത്തേക്ക് എത്തുന്നു, അവിടെ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു സർക്കുലേഷൻ നടക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വെച്ചേ. ചാപ്റ്റർ 20 ബ്ലഡ് ബാങ്ക്. എന്നിട്ട് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ഒന്ന് എഴുതാം. നമുക്ക് ബ്ലഡ് ബാങ്ക് എന്താണെന്നുള്ള ഒരു ഡെഫിനേഷൻ ഒന്ന് കൊടുക്കാം കേട്ടോ. ബ്ലഡ് ബാങ്ക്. ഓക്കെ, blood bank is a part of blood bank is a part of hospital laboratory. Hospital laboratory. ഒന്നുകൂടെ പറയാവോ? പറയാം. blood bank, blood ഒരു മിനിറ്റ്. heading കൊടുക്കാം. chapter 18 blood bank is a part of hospital laboratory. Part of laboratory. Hospital. Part of hospital laboratory. This is laboratory where we store the blood. Where we store, S-T-O-R-E, store the blood. മ്യൂട്ട് ചെയ്ത് വെച്ചേ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇതാവും. ഉമാദേവി ഹോസ്പിറ്റൽ ലബോറട്ടറി കഴിഞ്ഞിട്ട് എന്താ? മാളുക്കുട്ടി മ്യൂട്ട് ചെയ്ത് ഞാൻ പറയാം. ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. നിങ്ങൾ ഇടയ്ക്ക് ഇത് മാറ്റുമ്പോഴാണ് ആ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത്. ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി. ഹോസ്പിറ്റൽ ലബോറട്ടറി where WHERE, where we store the blood. We store, S-T-O-R-E, store the blood and do proper testing of blood comma
to avoid, AVOID, to avoid the risk of transfusion, TRANSFUSION, transfusion related, Excuse me, ma'am. transfusion Trans related transfusion ആണോ? Okay. Transfusion. Clear ആയില്ല മാം. Transfusion. TRANSFUSION. Transfusion related problem. Okay, ma'am. Okay. Transfusion എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. The process of transferring of blood from one person to another. അതാണ് ട്രാൻസ്ഫ്യൂഷൻ. ജസ്റ്റ് വേണമെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. The process of ഞാൻ റിലേറ്റഡ് കഴിഞ്ഞ് പറഞ്ഞില്ലായിരുന്നു. Related related problems. Transfusion related problems. Okay, ഒന്നുകൂടി വായിക്കാം. Blood bank is a part of hospital laboratory where we store the blood and do proper testing of blood to avoid the risk of transfusion related problems. ഇനി ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The process of transferring blood from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ. ട്രാൻസ്ഫ്യൂഷൻ. Process of transferring, 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 FERING. Okay, transferring. Process of transferring blood from one person to another. One person to another is transfusion. അതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. Okay. Megha, what is blood bank? ഒന്ന് റീഡ് ചെയ്തേ. അപ്പൊ ഒന്ന് ബാക്കിയുള്ളവരൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാട്ടോ. റീഡ് ചെയ്തേ. Blood bank is a part of hospital laboratory where we store the blood and do proper testing of blood to avoid the risk of transfusion related problems. The process of transferring blood from one person to another is called അതെന്താണ്? ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ വേർഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നതാണ്. The process of transferring blood from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വിച്ച് വൺ ഈസ് നോട്ട് എമംഗ് ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ്. അങ്ങനെ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഫങ്ഷൻസ് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. നോക്കിയേ, ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആണ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇനി ബ്ലഡ് ബാങ്ക് ചെയ്യുന്നത്? ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റാപ്പിഡ്, പെട്ടെന്ന്. റാപ്പിഡ്, RAPID, റാപ്പിഡ് എന്നാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ മീനിങ്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ആ അർജന്റ് റിക്വസ്റ്റിനനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് ഈ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ നാളെ തരാന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ അതിനെന്ത് ചെയ്യുന്നു? ഒരു റെസ്പോണ്ട് തരുന്നു. അപ്പൊ തന്നെ നമുക്ക് ബ്ലഡ് തരുന്നു, അല്ലെ? അപ്പൊ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആ അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ പെട്ടെന്ന് അതിനുള്ള റെസ്പോണ്ട് ചെയ്യുന്നു, അത് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നുള്ള ബ്ലഡിന്റെ സാമ്പിൾ ഒക്കെ ചെക്ക് ചെയ്യുന്നു.
ചെക്ക് ചെയ്യുക. ഓക്കെ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കൊക്കെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെയുള്ള സാമ്പിളുകൾ, ബ്ലഡ് സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ അവിടെ റിസർവ് ചെയ്ത് വെക്കുക. ഓക്കെ, ആർക്കിടെയാണ് മ്യൂട്ട് മാറിക്കിടക്കുന്നത്? ഓക്കെ, നോക്കാം. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്? വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. റിസർവ് ചെയ്ത് വെക്കണം, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. എല്ലാ ബ്ലഡ് ഗ്രൂപ്പും അവൈലബിൾ ആവുന്ന രീതിയിൽ എല്ലാ ഗ്രൂപ്പുകളും സ്റ്റോർ ചെയ്ത് വെക്കണം. ഒരു ഗ്രൂപ്പ് അത് കുറഞ്ഞാൽ, ആ ബ്ലഡ് കുറവാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന ആ സ്ഥാപനങ്ങളിൽ നിന്നും ബ്ലഡ് ആവശ്യത്തിനുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ റിസർവ് ചെയ്ത് വെക്കണം. റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ റിസർവ് ചെയ്ത് വെക്കണം. ഈ തേർഡ് പോയിന്റ് നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഉണ്ടോ? നെക്സ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, ഇമ്മ്യൂണോളജിക്കൽ രോഗപ്രതിരോധ ശക്തി, അതാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഡൊണേറ്റ് ചെയ്യുന്ന ആളും അത് റിസീവ് ചെയ്യുന്ന പേഷ്യന്റും തമ്മിലുള്ള ആ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ എന്റെ മാച്ച് ആയിട്ടുള്ളവർക്ക് മാത്രമല്ലേ ആ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡോണറും ആ പേഷ്യന്റും തമ്മിലുള്ള ബ്ലഡ്, അവർ തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേഷൻ ചെയ്യണം. എന്റെ കറക്റ്റ് ബ്ലഡ് മാച്ച് ആയിട്ടുള്ളവർക്ക് മാത്രം, ആ പേഷ്യന്റിന് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ അത് ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ബ്ലഡുകളുടെ ആ സ്യൂട്ടബിലിറ്റി, അവരുടെ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇപ്പൊ ഒരു പേഷ്യന്റിന് ബ്ലഡ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് ആയിരിക്കത്തില്ലല്ലോ അവർക്ക് കിട്ടുന്നേ? ഇല്ല. ഇപ്പൊ നമ്മള് അത്, പക്ഷെ നമ്മളത് പേഷ്യന്റ് എന്ന് പറഞ്ഞ ഇപ്പൊ ഏതാണോ, ഏത് ഗ്രൂപ്പുകാർക്കാണോ വേണ്ടത്, അപ്പൊ അതനുസരിച്ച് ആ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്, ആ ഡോണറിന്റെയും പേഷ്യന്റിന്റെയും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് ബാങ്കിൽ ഇന്നാക്കടെ, ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ബ്ലഡ് തന്നെ ആവില്ല ഇപ്പൊ എന്റെ ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഇപ്പൊ അങ്ങനെ കൊടുക്കുകയല്ലല്ലോ. ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ പേഷ്യന്റ്, ആ പേഷ്യന്റ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് നോക്കും. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഡോണർ, അതാരും ആയിക്കോട്ടെ, അവരുടെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിലുള്ള ആ മാച്ച് നോക്കുന്ന ഉദ്ദേശിച്ചാണ്. സ്യൂട്ടബിലിറ്റി നോക്കും. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഒരു പേഷ്യന്റും ഡോണറും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ആരെയും പേഷ്യന്റ് എന്ന് പറയാം. ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബ്ലഡ് നമ്മൾ കൊടുക്കുന്ന അത് ആരായിക്കോട്ടെ ഡോണർ. പക്ഷെ അതെന്തായാലും അത് തമ്മിലുള്ള ആ മാച്ച് അവര് നോക്കും, വെറുതെ കൊടുക്കൂല. ഓക്കെ, നെക്സ്റ്റ് വന്നത് choosing of suitable blood components for each clinical condition. ബ്ലഡ് കമ്പോണന്റ് സാമ്പിൾ പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസും നോക്കണം. അതും ഈ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. എന്നോട് പറഞ്ഞാൽ ബ്ലഡ് കമ്പോണൻസിന്റെ സാമ്പിള് ടെസ്റ്റ് ചെയ്യും, അതിനുശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് കൂടി നോക്കണം. ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. നെക്സ്റ്റ് ആണ് കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്. കോഷൻ ഡെലിവറി, സേഫ്. കോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സേഫ് ഡെലിവറി. സേഫ് ആയിട്ട് ബ്ലഡ് കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അതുപോലെ ഡെലിവറി ചെയ്യുമ്പോഴും സേഫ് ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്. കൈകാര്യം ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമ്മൾ കോഷൻ ഡെലിവറി ആൻഡ് സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യണം. ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്, ഹാൻഡിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സേഫ് നമ്മൾ സേഫ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. നെക്സ്റ്റ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ബ്ലഡിന്റെയും അതിന്റെ മറ്റുള്ള എലമെന്റ്സിന്റെ ഒക്കെ ഇൻവെന്ററി, വിവരപ്പട്ടികൾ, സ്റ്റോക്ക് മാനേജ്മെന്റ് നോക്കണം. നമ്മൾ ഇത്രയും ബ്ലഡ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ, അല്ലാതെ ഒരാൾ വരുമ്പോഴല്ല നമ്മൾ ബ്ലഡ് നോക്കുന്നത്. ആ ബ്ലഡ് ബാങ്കിൽ ആ ഗ്രൂപ്പ് അവിടെ അവൈലബിൾ ആണോ നോക്കുന്നത്. അപ്പൊ നമ്മൾ അത് തീരുന്നതിന്റെ അനുസരിച്ച് അതിന് മുന്നായിട്ട് തന്നെ ഏതാണോ കുറവ് വരുന്നത് അതപ്പോ അതിനനുസരിച്ച് തന്നെ നമ്മൾ ആ വിവരപ്പട്ടികൾ, ഇൻവെന്ററി വിവരപ്പട്ടികൾ, വിവരങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ അത് ആവശ്യത്തിന് എപ്പോഴും അവിടെ എന്ത് ചെയ്യണം? ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് അവൈലബിൾ ആയിരിക്കണം, അത് സ്റ്റോർ ചെയ്യണം. അപ്പൊ സ്റ്റോക്ക് മാനേജ്മെന്റ്, എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, ഇനി എത്രത്തോളം അത് സ്റ്റോക്ക് കുറവുണ്ട്, അങ്ങനെയുള്ള സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ നോക്കുക. അതിനനുസരിച്ച് ബ്ലഡ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നുള്ളത്.
പിന്നെ അടുത്ത കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ലാസ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പറയുന്ന ബ്ലഡ് തരുന്ന സ്ഥാപനം. അപ്പൊ ഈ കുറച്ച് യങ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ചേർന്നിട്ട് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ ബ്ലഡ് ബാങ്കിന്. എന്നാലാണ് നമുക്ക് അവരെ ഇപ്പൊ ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് അവിടെ കുറവാകുമ്പോഴത്തേക്കും നമുക്ക് നേരെ ആ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ബ്ലഡ് അവൈലബിൾ ആക്കുള്ളൂ. അപ്പൊ അവരുമായിട്ട് എപ്പോഴും ഒരു ടൈപ്പിലായിരിക്കണം, എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ഇവിടത്തെ തീരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ളതല്ലേ, അതനുസരിച്ച് അവരുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ എത്ര പോയിന്റ് ഉണ്ട്? 2, 4, 6, 7 7 പോയിന്റ്സ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നത്. അപ്പോ ആരെങ്കിലും ഒരാളോ നിഷ ഒന്ന് വായിച്ചേ, 2 പോയിന്റ് വായിച്ചേ, വേഗം വായിക്കും കേട്ടോ. Okay. Swift response to urgent request for blood components. Validating pre-transfusion samples and request to reserve the blood and blood product. Evaluation of immunological suitability between donor and patient. ഓക്കെ, Choosing നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. മാഹിനി, ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണാവരുടെ പേരാട്ടോ വിളിക്കുന്നത്. മാഹിനി. Choosing of suitable blood component for each clinical condition. Portions, delivery and handling of blood components. Inventory and stock management of blood and its elements. Communication with the blood എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും അവരുമായിട്ട് ഒരു കോണ്ടാക്ട്, ഒരു കയ്യപ്പ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നത്. ക്ലിയർ ആയോ? 7 പോയിന്റ്സും ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലൊക്കേഷൻ ആണ് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. ഇത് എവിടെയായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം ഏറ്റവും അനുയോജ്യം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ബ്ലഡ് ബാങ്ക് ലൊക്കേഷൻ ഷുഡ് ബി സിറ്റുവേറ്റഡ്. ബ്ലഡ് ബാങ്ക് ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ഡാഷ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കും എന്ന് പറയണേ? ഏറ്റവും അനുയോജ്യം അങ്ങനെ പറയുന്നേ. നമുക്ക് പെട്ടെന്ന് റിക്വസ്റ്റ് വേഗം ചെല്ലാൻ പാകത്തിന് അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ബ്ലഡ് ആവശ്യമാകുമ്പോ ഇപ്പൊ ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വരെ ചെല്ലണം അല്ലെ? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് പെട്ടെന്ന് എത്തിപ്പെടാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ബ്ലഡ്. അത്ര എമർജൻസിയിലാണ് ബ്ലഡ് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വേഗം എത്താവുന്ന രീതിയിൽ ബ്ലഡ് ബാങ്ക് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. മറക്കോ ഇനി? ബ്ലഡ് ബാങ്ക് എവിടെയായിരിക്കണം ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോർ. ഈസി വിസിബിലിറ്റി, പെട്ടെന്ന് കാണുന്നതായിരിക്കണം. വിസിബിലിറ്റി വേണം. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മളിപ്പോ അർജന്റ് ആയിട്ട് നമ്മൾ ബ്ലഡിന് ആവശ്യമായിട്ട് ചെല്ലുക ബ്ലഡ് ബാങ്ക്. അപ്പൊ നമ്മൾ ഈ ഓരോരുത്തരുടെ ബ്ലഡ് ബാങ്ക് എവിടെയാണെന്ന് അന്വേഷിച്ച് ചോദിച്ച് പറഞ്ഞു പോകാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈസി വിസിബിലിറ്റി. സെക്കൻഡ് പോയിന്റ് വരുന്നതാണ് പെട്ടെന്ന് കാണുന്നതായിരിക്കണം. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കണ്ടെത്താവുന്ന, ഒരു വല്ല ബിൽഡിങ്ങിന്റെ പുറകെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ അതിന്റെ പല ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലോ അങ്ങനെയൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇറ്റ് നിയർ അപ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. OT എന്ന് പറഞ്ഞതാ? OT കോംപ്ലക്സ്, ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും? ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. കണ്ടോ? അടുത്തൊരു ഇത് പറയുന്നത് ലൊക്കേഷൻ വെക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബ്ലഡ് ബാങ്ക് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആണോ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ അങ്ങനെ തന്നെയാണോ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ളതും കൂടി ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇത്രയും നാളെ നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ പഠിച്ചു വരികയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കുക. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെയൊക്കെ അടുത്തായിരിക്കണം. ഇപ്പൊ നോക്കിയേ, ബ്ലഡ് ബാങ്ക് ഇവിടെ നിൽക്കണോ, ഓപ്പറേഷൻ തിയേറ്റർ വേറെ ഒരു
വേറെ എന്താ പറയാ, വേറൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് വേഗം എത്തിക്കണ്ടേ. അപ്പൊ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തായിരിക്കണം. എമർജൻസി, അതുപോലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒത്തിരി ബ്ലഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് അവർക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ ഇത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടും മറ്റുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോടും ഒക്കെ അടുത്തായിരിക്കണം ഈ നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് എന്താ പറഞ്ഞ, ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഈസി വിസിബിലിറ്റി ആയിരിക്കണം, വിസിബിൾ ആയിരിക്കണം, പെട്ടെന്ന് കാണുന്ന അടുത്തായിരിക്കണം. മൂന്നാമത്തെ, ഇറ്റ് ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയോടൊക്കെ അടുത്തായിരിക്കണം. ഇനി നെക്സ്റ്റ് 4th പോയിന്റ് നോക്കിയേ. It will have a distinct entry and exit with a wide corridors and waiting space in curtailed traffic congestion. It will have a distinct ഒരു പ്രത്യേക എൻട്രി എക്സിറ്റും വേണം. ബ്ലഡ് ബാങ്കിലേക്ക് പോകാനും തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാനും ഒക്കെ ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് സെപ്പറേറ്റ് എന്നുള്ള മീനിങ് കേട്ടോ. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്, ഒരു സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് വേണം. എൻട്രി ചെയ്യാൻ എക്സിറ്റ് വേണം. ആൻഡ് വിത്ത് വൈഡ് കോറിഡോർസ്. കോറിഡോർസ് എങ്ങനെയാ? വിശാലമായ കോറിഡോർസ് ആയിരിക്കണം. ഇടനാഴി എന്നുവെച്ചാൽ ആളുകൾക്ക് എപ്പോഴും പോകുന്ന രീതിയിൽ അവിടെ വലിയ തിരക്കില്ലാത്ത രീതിയിൽ വൈഡ് കോറിഡോർസ് വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കൊക്കെ ഇരിക്കാൻ ആവശ്യത്തിനുള്ള വെയിറ്റിംഗ് സ്പേസും വേണം. അല്ലെങ്കിൽ തിങ്ങിക്കൂടിയൊക്കെ ഇരിക്കേണ്ട വരും. അപ്പൊ വിശാലമായിട്ടുള്ള കോറിഡോർസ് വേണം, നല്ല വെയിറ്റിംഗ് സ്പേസ് വേണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജക്ഷൻ. ട്രാഫിക് കൺജക്ഷൻ കർട്ടൈൽ ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക, റെഡ്യൂസ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് റെഡ്യൂസ് എന്നുള്ള മീനിങ്. കർട്ടൈൽ ട്രാഫിക് കൺജക്ഷൻ. അല്ലെങ്കിൽ ആളുകളെ പല ഡിപ്പാർട്ട്മെന്റിൽ പോകുന്ന ആളുകളുടെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നവരുടെ അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കൊക്കെ. കർട്ടൈൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക എന്നുള്ളത്. ട്രാഫിക് കൺജഷൻ, ട്രാഫിക് തിരക്ക്, ആളുകളുടെ തിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക എൻട്രി എക്സിറ്റ് വേണം. നല്ല വീതിയുള്ള വൈഡ് കോറിഡോർസ് ആയിരിക്കണം. നല്ല വെയിറ്റിംഗ് സ്പേസ്, നല്ല വിശാലമായിട്ടുള്ള വെയിറ്റിംഗ് സ്പേസ് ഒക്കെ വേണം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? തിക്കും തിരക്കും അവിടെ വരുന്ന ആളുകളുടെ, ഡൊണേറ്റ് ചെയ്യാൻ വരുന്നവരെ, റിസീവ് ചെയ്യുന്നവരെയൊക്കെ ആ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. നെക്സ്റ്റ് നോക്കിയ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി ഹാവ് എ സ്പേഷ്യസ് ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറച്ച് വിശാലമായിരിക്കണം. എല്ലാവർക്കും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന അങ്ങനെയുള്ള ആ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് മാത്രം ബ്ലഡ് ബാങ്കിന് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എക്സ്റേ അങ്ങനെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതൊക്കെ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാനും എക്സ്റേ ചെയ്യാനും സ്കാൻ ചെയ്യാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ ലാബ് കടുത്തു അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിന്റെയൊക്കെ തിരക്ക് കുറയ്ക്കാവുന്ന രീതിയിൽ പബ്ലിക് എൻട്രി കുറയ്ക്കണം. ഇത് വളരെ സ്പേഷ്യസ് ആയിരിക്കണം വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറയ്ക്കണം. എല്ലാവരും അങ്ങോട്ട് പോകാവുന്ന ആ ഒരു ഇതാക്കരുത്. സോ ദാറ്റ് ദർ ഈസ് നോ ഇൻഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പബ്ലിക് എൻട്രി മിനിമൈസ് ചെയ്യണം എന്ന് പറയുന്നത്? ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ ഇൻഫറൻസ് തടസ്സപ്പെടുത്താത്ത രീതിയിൽ ടെക്നീഷ്യൻസ് ലാബിൽ ഒത്തിരി ടെക്നീഷ്യൻസ്മാരുണ്ടാകും. അവരുടെ വർക്ക് ഈ ആളുകളുടെ തിരക്കും ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ അവർക്കുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഇറ്റ് മസ്റ്റ് ബി എ സ്പേഷ്യസ്, വിശാലമായിരിക്കണം. ത്രൂ വിത്ത് പബ്ലിക് എൻട്രി, മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിട്ടായിരിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ ഒന്നും തടസ്സപ്പെടുത്തരുത്. തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി മിനിമൈസ് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, 5 പോയിന്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ലൊക്കേഷൻ ഇനി എന്താ പറയാ, മനസ്സിലായില്ലേ നിങ്ങൾക്കത്? ഏതെങ്കിലും കിട്ടാത്തോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ആദ്യം മുതൽ ഒന്നോടെ ചുരുക്കി പറഞ്ഞുതരോ? ഓക്കെ, പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടിപ്പിക്കലി ഷുഡ് ബി ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. മനസ്സിലായോ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഈസി വിസിബിലിറ്റി, വിസിബിൾ ആയിരിക്കണം. എല്ലാവർക്കും പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കണം. പിന്നെ അടുത്ത എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയോടൊക്കെ അടുത്തായിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞത് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം അവിടെ. പിന്നെ വീതിയുള്ള വൈഡ് കോറിഡോർസ്, നല്ല വെയിറ്റിംഗ് സ്പേസ്, ആളുകൾക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള വെയിറ്റിംഗ് സ്പേസ് വേണം. ഇത് എന്തിനാന്ന് വെച്ചാൽ ട്രാഫിക് കൺജഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ അടുത്ത ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ മിനിമം പബ്ലിക് എൻട്രി സ്പേഷ്യസ് നല്ല വിശാലമായിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷെ പബ്ലിക് എൻട്രി അവിടെ കുറയ്ക്കണം. എല്ലാവർക്കും അങ്ങോട്ട് കയറേണ്ട ആവശ്യം വരരുതല്ലോ. നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ആവശ്യം ആ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രം അവിടെ പോയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ അവിടെ പബ്ലിക് എൻട്രി കുറയ്ക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്തരുത്. തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി മിനിമൈസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? യെസ് മാം. ഓർഗാനോഗ്രാം ആണ് ഇത്. എന്താ പറയാ, ഇത് നിങ്ങൾ പഠിക്കാനേ പറ്റുള്ളൂ. ഓർഗാനോഗ്രാം ഇതിനകത്ത് നമ്മളിപ്പോ എന്താ എക്സാമിന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതിനകത്ത് ഓരോന്നിന്റെ ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ടോ, അങ്ങനെയൊക്കെ ഇതിന് ചോദിക്കാം. അപ്പൊ ഈ ഓർഗാനോഗ്രാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ആ കണക്ഷൻ കാണിക്കുന്ന, ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ച ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം അത് ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ്. ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എന്താ പറയാ ആരോമാർക്ക് ഇട്ട് തന്നെ നമ്മൾ ഇതങ്ങനെ അതിന്റെ സ്ട്രക്ചർ ആയിട്ട് തന്നെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓർഗാനോഗ്രാം എന്താന്ന് എഴുതിക്കോ. എ ഡയഗ്രാം that shows a diagram that shows SHOWS show കാണിക്കുക. A diagram that shows the structure of an organization and relationship structure of an മ്യൂട്ട് ചെയ്യുക. തിരിച്ചിങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പറയല്ലേ, അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് ആവും. ഞാൻ പറയുന്നുണ്ട്, ലാസ്റ്റ് ഒന്നോടെ ഞാൻ ക്ലിയർ ചെയ്യാം. നോക്കാം. എ ഡയഗ്രാം ഷോസ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the different people, ആളുകള് PEOPLE, different people, department and jobs, JOBS, jobs at different levels within that organization, within department and job. Okay, ഞാൻ പറയാം. And diagram shows that the structure of an organization and relationship between different people, departments and jobs at different levels. മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. മ്യൂട്ട് ജോബാണോ? ഞാൻ പറയാം നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോക്കിയേ. ആൻഡ് ജോബ്, JOBS, jobs at different levels LEVELS within, ചേർത്ത് എഴുതാം, വിത്തിൻ, അതിന്റെ ഉള്ളിൽ വരുന്നത് വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന പല ഡിപ്പാർട്ട്മെന്റുകള് അല്ലെങ്കിൽ ആളുകള് ഒക്കെ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ നോട്ടിലേക്ക് വരിക. ഓർഗാനോഗ്രാം ആണ്. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക്, ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്ന മെഡിക്കൽ ഡയറക്ടർ ആണ്. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. അതിന്റെ കീഴെ വരുന്നത് തൊട്ട് താഴെ HOD ആണ്. HOD എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, HOD. ഏറ്റവും ടോപ്പിൽ വരുന്നത് ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, തൊട്ട് താഴെ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നെക്സ്റ്റ് അതിന്റെ താഴെയാണ് ക്വാളിറ്റി മാനേജർ.
ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജർ ആണ്. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട് ക്വാളിറ്റി മാനേജർ. ഇനി നോക്കിയേ, ഈ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അവിടെ നിന്ന് 2 ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ, ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. അതിന്റെ താഴെ വരുന്ന ക്ലർക്സ്, നേഴ്സസ്, PRO. ഓക്കെ, PROന്റെ ഫുൾ ഫോം എന്താ മാം? PRO എന്ന് പറഞ്ഞാൽ ആരാ? Personal Public റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസർ. വെരി ഗുഡ്. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് PRO എന്ന് പറയുന്നത്. അപ്പൊ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ താഴെ ക്ലർക്സ്, നേഴ്സസ്, PRO ഒക്കെ അതിന്റെ താഴെ വരുന്ന. ഇനി അപ്പർ സൈഡിലേക്ക് നോക്കിയേ, ആ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിൽ പിന്നെ വരുന്ന BTO വരുന്നുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്, ടെക്നീഷ്യൻ വരുന്നുണ്ട്, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. ഓക്കെ, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിക്കാം. ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മൾ ചോദിക്കാം. ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ? ആരാ വരുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ആരൊക്കെയാ വരുന്നത്? ക്ലർക്ക്, വേറൊന്നും ഇതിനകത്തൊന്നും പഠിക്കാനില്ല. അപ്പൊ ഇതിനകത്ത് ഈ സ്ട്രക്ചർ, ഓർഗാനോഗ്രാം ഇതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഹോംവർക്ക് ആയിട്ട് എടുത്തോ. ഇത് ആ നോട്ടിലേക്ക്, ഇപ്പൊ നമ്മള് ഓർഗാനോഗ്രാം എഴുതിയില്ലേ, അതിന്റെ താഴെ നോട്ടിലേക്ക് ഇതേപോലെ നല്ല എന്താ പറയാ, വലിയ രീതിയിൽ ഇതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് മെഡിക്കൽ ഡയറക്ടർ എഴുതാം, ഒരു ആരോ മാർക്ക് ഇടുക, HOD എഴുതുക, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എഴുതുക, ക്വാളിറ്റി മാനേജർ എഴുതുക. 2 സൈഡിലേക്കും ബ്രാഞ്ച് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചോളാം കേട്ടോ. ഇന്ന് തന്നെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. അതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആക്കണം. ഫസ്റ്റ്, സെക്കൻഡ് എന്തെങ്കിലും ഹോംവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും തരും, അത് നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോരുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ഞാൻ എടുക്കുന്നതിന് എനിക്ക് ആ ഒരു കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം. നമ്മൾ അതേപോലെ ക്ലിയർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പൊ ആ ക്ലിയർ ചെയ്ത് തന്നെ കാര്യങ്ങൾ വ്യക്തമായിരിക്കാം. ഇനിയാണെങ്കിലും നാളെയാണെങ്കിലും നമ്മൾ ആ നോട്ട്ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഓർക്കാവുന്ന രീതിയിൽ, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഇന്ന് തന്നെ ചെയ്യൂല എല്ലാവരും നോട്ടിലേക്ക്? Okay, ma'am. Yes, ma'am. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. കഴിയാറായല്ലോ. ബ്ലഡ് ബാങ്കിങ്ങില് എന്തെല്ലാം ടെസ്റ്റുകളാണ്? ഒരു സംശയം ചോദിക്കണ്ടേ മാം? ഇപ്പൊ തന്ന നോട്ടിന്റെ താഴെ ഈ ഡയഗ്രാം വരച്ചാ പോരെ? ഇപ്പൊ നമ്മൾ ഓർഗാനോഗ്രാം എഴുതിയിട്ടില്ലേ, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ലേ? അതിന്റെ താഴെ ഒന്ന് ജസ്റ്റ് ആ ഓർഗാനോഗ്രാം ഒന്ന് വരച്ചിട്ടാ മതി. ഓക്കെ, ഇനി നോക്കിയേ, വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്? എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ബ്ലഡ് ബാങ്കിങ്ങിൽ ചെയ്യുന്നത്? ബ്ലഡ് ബാങ്കിങ്ങിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഇത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട് നമുക്ക്. നോക്കിയേ, നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നേ? ഏജ് നമ്മൾ പറഞ്ഞു അല്ലെ, വെയിറ്റ് 45 kg എബോയിലായിരിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ഏജ് 18 to 65 അതിന്റെ ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതാണ് നമ്മളെ മെന്റലി ഫിസിക്കലി അയാൾ സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. നമ്മൾ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടാവണം, അയാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പാകത്തിന് ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള കണ്ടീഷൻ, പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ കുറച്ച് ടെസ്റ്റും കൂടി ചെയ്യണം. അത് നമ്മൾ ഫസ്റ്റ് സെറ്റ് എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്ത അതിന്റെ ഒപ്പം തന്നെ കുറച്ച് ടെസ്റ്റും കൂടി നടക്കുന്നു. അതെന്തൊക്കെയാണ് നോക്കുന്നത്? A certain set of preliminary tests are done in the lab when the blood is donated, but not restricted to the following. പക്ഷെ നമ്മൾ ഒരു സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യുമല്ലോ. അത് ചെയ്യുമ്പോൾ, ഡൊണേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ, നമ്മൾ ആദ്യം പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യും. പക്ഷേ താഴെ തന്നിരിക്കുന്ന ഈ ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല, നിയന്ത്രണമില്ല. അതായത് ഈ ടെസ്റ്റുകളും നമ്മൾ ചെയ്യണം. ഈ ടെസ്റ്റുകളും കൂടി അതിന്റെ ഒപ്പം വേണം. അത് ഏതൊക്കെ ടെസ്റ്റാന്ന് നോക്കി? ടൈപ്പിംഗ്, ABO ഗ്രൂപ്പ്, ബ്ലഡ്
ടൈപ്പ് നോക്കണം. അത് ഇമ്പോർട്ടന്റ് അല്ലേ? ഇത് മാത്രം നമ്മൾ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കണം. ABO ഗ്രൂപ്പ്, ബ്ലഡ് ടൈപ്പ് നോക്കണം. ഇനി അത് നമ്മൾ പറയട്ടെ, ABO മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലെ? പോസിറ്റീവ് ബ്ലഡ് ഉണ്ട്, നെഗറ്റീവ് ബ്ലഡ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ RH ടൈപ്പിംഗ് നോക്കണം. പിന്നെ അടുത്തത് സ്ക്രീനിങ്, എന്തെങ്കിലും ആന്റിബോഡീസ് ബ്ലഡ് സെൽസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അത് ഞാൻ ഡീറ്റെയിൽ പറയാട്ടോ. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള ടെസ്റ്റും കൂടി നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഈ ടെസ്റ്റുകളും ചെയ്യണം. ഫസ്റ്റ് നമുക്ക് വരാം ABO ഗ്രൂപ്പ്. എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് അറിയാലോ? എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിയില്ലേ? അറിയാം. ഗ്രൂപ്പ് ഉണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? യെസ് മാം അറിയാം. എത്ര ഗ്രൂപ്പ് ഉണ്ട് ബ്ലഡ് ഗ്രൂപ്പ്? എത്ര ഗ്രൂപ്പാ മെയിൻ ആയിട്ടുള്ളത്? ബി പോസിറ്റീവ്, 4 ബ്ലഡ്. ബോംബെ ഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പ് ഉണ്ട് മാം. ഓക്കെ. മെയിൻ ആയിട്ട് നമ്മള് ഈ ബ്ലഡ്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ നമുക്ക് 4 ഗ്രൂപ്പ് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് A ഗ്രൂപ്പ്, ഗ്രൂപ്പ് A, B ഗ്രൂപ്പ്, അതുപോലെ AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. ഇനി ഇത് കൂടാതെ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ ഒരു കുട്ടിയുടെ ഒരു ക്ലാസ്സിൽ നമ്മുടെ സ്റ്റുഡന്റിന്റെ മോളാണോ മോനാണോ ആ കുട്ടിക്ക് ബോംബെ ഗ്രൂപ്പ് ആയിരുന്നു പറഞ്ഞു. ലക്ഷക്കണക്കിന് പേരിലൊക്കെ ഒരാൾക്ക് വരുന്ന ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ നമുക്ക് 4 ഗ്രൂപ്പ് ഉള്ളത്. നമുക്കെല്ലാം, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബോംബെ ഗ്രൂപ്പ്? നിങ്ങളുടെ റിലേഷനിലോ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് ഉണ്ടാ? മ്യൂട്ട് ചെയ്യാൻ പറയൂ. ഇല്ല അല്ലെ? ഓക്കെ, മ്യൂട്ട് ചെയ്യട്ടാ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ എപ്പോഴും പറയണ്ടല്ലോ. ഒരാളുടെ മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഡിസ്റ്റർബൻസ് വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവില്ല. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് പോരാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ 1 മണിക്കൂറേ നമ്മുടെ ക്ലാസ് ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പോർഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആക്കി പോകണം. അപ്പൊ അതിന് ടൈം വേണം. ഒരുപാട് വെറുതെ ഇങ്ങനെ വായിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയേക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ഇങ്ങനെയുള്ളത് ഈ ഒരു സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് തന്നെ പറയേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ABO ഗ്രൂപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പൊ ഗ്രൂപ്പ് ഏതാണെന്നും അത് ഏതൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിലതിന് പറയേണ്ടത് പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ടുള്ള 4 ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഓരോ നമ്മൾ ആന്റിജൻ ആന്റിബോഡിയും കേട്ടിട്ടുണ്ടല്ലോ. ആന്റിജൻ നമ്മുടെ substance that immune the response to the body. നമ്മുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റിജനുകൾ. ആന്റിജൻ എന്ന് പറയുന്നത്. അപ്പൊ ആന്റിജനുകളുടെ പ്രവർത്തനത്തിന് എതിരെ പ്രവർത്തിക്കുന്നതാണ് ആന്റിബോഡികൾ. പ്രവർത്തിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. അതൊന്നും ഇതിനകത്ത് വന്നില്ല കേട്ടോ. അപ്പൊ ആന്റിജനും ആന്റിബോഡി ഉണ്ട്. ഈ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നതിന് അടിസ്ഥാനം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഗ്രൂപ്പ്, നമ്മൾ ഓരോരുത്തരുടെയും ഗ്രൂപ്പ് വരുന്നത് പ്രസൻസ് ഓഫ് ആന്റിജൻ. ആന്റിജൻസിന്റെ പ്രസൻസ് ആണ്. നമുക്ക് 2 ആന്റിജനാ ഉള്ളത്. ആന്റിജൻ A ഉണ്ട്, ആന്റിജൻ B ഉണ്ട്. ഏതൊക്കെ 2 ആന്റിജൻ നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ? 2 ആന്റിജൻ ഏതൊക്കെ? ആന്റിജൻ A ഉണ്ട്, ആന്റിജൻ B ഉണ്ട്. അപ്പൊ ഈ ആന്റിജനുകളുടെ പ്രസൻസ് ആണ് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. ഓക്കെ, ആന്റിജനുകളുടെ പ്രസൻസ്, ആന്റിജൻ ഉണ്ടോന്നാ നോക്കുന്നേ. അപ്പൊ നോക്കിയേ, ആന്റിജൻ A ഉണ്ടെങ്കിൽ അത് A ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ആന്റിജൻ A ഉള്ളവർക്ക് A ഗ്രൂപ്പ്. അപ്പൊ A ഗ്രൂപ്പുകാർക്കടെ ഇതിനകത്ത് ആന്റിജൻ ഏതായിരിക്കും? അവരുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ആന്റിജൻ ഏതാ? ആന്റിജൻ A ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് B ആന്റിജൻ ആണെങ്കിൽ B ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ആന്റിജൻ B ആണെങ്കിൽ
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം. 2 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് ഇത്ര അങ്ങോട്ട് തീർത്തിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രസൻസ് ഓഫ് ആന്റിജൻ. ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ഒരാൾക്കുടെ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. ആന്റിജൻ എ ഉണ്ടെങ്കിൽ അത് എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിൽ അത് ബി ഗ്രൂപ്പ്. ഇനി ആന്റിജൻ എയും ഉണ്ട് ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ അതാണ് എ ബി ഗ്രൂപ്പ്. കണ്ടോ? അപ്പൊ എ ബി ഗ്രൂപ്പുകാർക്ക് 2 ആന്റിജനും ഉണ്ട്. ആന്റിജൻ എയും ഉണ്ട് ആന്റിജൻ ബിയും ഉണ്ട്. ഇനി നോക്കിയേ, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അറിയാം. ശ്രദ്ധിക്കാം, നമ്മുടെ ആന്റിജൻ എ ബി എന്ന 2 ആന്റിജനാണ് നമുക്കുള്ളത്. അപ്പൊ ഈ ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. അതായത് ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്, ആന്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ്, എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് മനസ്സിൽ വന്നിട്ട് ഓരോരുത്തർക്കും ബ്ലഡിലുള്ള ആന്റിജൻ ഏതാന്ന് മനസ്സിലായില്ലേ? ആന്റിജൻ ഏതാന്ന് മനസ്സിലാക്കിയോ? നെഗറ്റീവിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. നെഗറ്റീവ് തന്നെയുള്ളൂ. നമ്മള് ഇത്രയും മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലാക്കാം. 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അതില് പ്രസൻസ് ഓഫ് ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. 2 ആന്റിജൻ, ആന്റിജൻ എ ഉണ്ട് ആന്റിജൻ ബി ഉണ്ട്. ഈ ആന്റിജൻ എ ബിയുടെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം എന്നാ പറയുന്നത്. ഇപ്പൊ എ ആണെങ്കിൽ എ ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ എ ഉണ്ടാകും, ബി ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ബി ആയിരിക്കും. ആന്റിജൻ എയും ബിയും ഉള്ളവരായിരിക്കും എ ബി ഗ്രൂപ്പുകാര്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ പറയാം. ഈ ആന്റിജനുകള് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പറയാം. ഇപ്പൊ ആന്റിജൻ എ ആണെങ്കിൽ അവർക്കുടെ ആന്റിബോഡി ബി ആയിരിക്കും. തിരിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അതിനെതിരെ, ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളെയാണ് നമ്മൾ ആന്റിബോഡികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി ആയിരിക്കും. ഇത് ഞാനൊരു ടേബിൾ വരച്ച് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എഴുതിക്കാം കേട്ടോ. എന്നാൽ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കി വെക്കാം. അപ്പൊ അല്ലെങ്കിൽ ഇത്രയും നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിലേക്ക് ടേബിൾ എഴുതിയിട്ട് ബാക്കി പോയാൽ മതി. ഓക്കെ. അപ്പൊ ഈ 4 ആന്റിജനുകൾ ആന്റിജനുകൾ 2 ആന്റിജൻ 4 ഗ്രൂപ്പുകൾ മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിലേക്ക് ഇത്രയും ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് മെയിൻ ആയിട്ട് 4 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 4 ഗ്രൂപ്പുകള് അതില് നമ്മൾ എ ബി എന്ന ആന്റിജൻസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ആക്കി തിരിക്കാൻ അടിസ്ഥാനം. ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്, ആന്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ അതാണ് എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് കഴിയുമ്പോ നിങ്ങളെ അടുത്തത് ഒരു 5 റോയും 5 കോളായിട്ട് ഒരു ടേബിൾ വരച്ചു വെച്ചോ കേട്ടോ. ഓക്കെ. 5 റോയും 5 താഴേക്ക് 5 കോളം ആയിട്ട് ഒരു ടേബിൾ അവിടെ വരച്ചു വെച്ചോളുക. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്ലഡ് ബാങ്കിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലെ? ഇൻട്രൊഡക്ഷൻ നമ്മൾ ബ്ലഡ് ബാങ്ക് എന്താന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് എന്തൊക്കെ ഫംഗ്ഷൻ, ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് അതിന്റെ ലൊക്കേഷൻ, ബ്ലഡ് ബാങ്ക് ശരിക്കും എവിടെയായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഓർഗാനോഗ്രാം ആണ്. ഓർഗാനോഗ്രാം എന്താണെന്ന് എഴുതി. നെക്സ്റ്റ് ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ് നമ്മൾ എഴുതിയത് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ആണ് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ നമ്മൾ എത്തിയിരിക്കുന്നത് ടെസ്റ്റില് ABO. ഫസ്റ്റ് നമ്മൾ പറയുന്ന പ്രിലിമിനറി ടെസ്റ്റുകളുടെ ഒപ്പം നമ്മൾ ഈ കാര്യങ്ങളും കൂടി ടെസ്റ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് നോക്കുന്ന ഗ്രൂപ്പാണ്. 4 ഗ്രൂപ്പ്, മെയിൻ ആയിട്ട് 4 ഗ്രൂപ്പ് ഉണ്ട്. അത് AB, O ഗ്രൂപ്പ്. അത് ഓരോന്നും ഗ്രൂപ്പാക്കി തിരിക്കാൻ കാരണം എന്താ? അതിന്റെ ആന്റിജനുകളുടെ പ്രസൻസ് ആണ്. 2 ആന്റിജൻ ഉണ്ട്. ആന്റിജൻ A ഉണ്ട്, ആന്റിജൻ B ഉണ്ട്.
ആന്റിജൻ എ ഉള്ളത് എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ഉള്ളത് ബി ഗ്രൂപ്പ്. ആന്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ അതാണ് എ ബി ഗ്രൂപ്പ്. അപ്പൊ എ ബി കാർക്കുടെ ആന്റിജൻ ഏതൊക്കെയാ? എ ബി ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഏതൊക്കെ ആന്റിജൻ ഉണ്ട്? അവർക്ക് ആന്റിജൻ ആന്റിജൻ ബി ഉണ്ട്. എന്നാൽ ആന്റിജൻ ഒന്നും ഇല്ലാത്ത ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈകിട്ട് മാം താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ഹലോ ഹലോ, ഇതില് ഓർഗാനോഗ്രാമിന്റെ ഇൻട്രഡക്ഷൻ ഒന്ന് പറഞ്ഞു തരുമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. ഓർഗനോഗ്രാം എന്താണെന്ന്